ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. പുനർജന്മം. ഇവിടെ നാം സ്വാഭാവികമായും പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും രഹസ്യമെന്ത്? മരണശേഷം ജീവന് എന്ത് സംഭവിക്കുന്നു? പുനർജന്മമുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അനാദികാലം മുതൽ തന്നെ മനുഷ്യൻ ചോദിച്ചിരുന്നു. ആധുനിക കാലത്ത് ഭൗതിക ശാസ്ത്രജ്ഞന്മാരും ഇത്തരം സമസ്യകൾക്ക് ഉത്തരം തേടിയുള്ള അന്വേഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഇക്കാര്യത്തിൽ ഏറെയൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഭൗതികമായ പരീക്ഷണ നിരീക്ഷണ രീതികൾ ഉപയോഗിച്ച് ഭൗതികേതരമായ ഒരു പ്രതിഭാസത്തെ കണ്ടെത്താനോ വിശകലനം ചെയ്യാനോ കഴിയില്ല. ഭൗതികശാസ്ത്രത്തിൻ്റെ ഇത്തരത്തിലുള്ള പരിമിതികളെക്കുറിച്ച് അനുബന്ധ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഭൗതികശാസ്ത്രത്തിന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് പുനർജന്മങ്ങളില്ല എന്ന നിഗമനത്തിലെത്താൻ കഴിയില്ലല്ലോ. ഭാരതത്തിലെ വേദപുരാണങ്ങളിലെമ്പാടും കാണാവുന്ന ചേതോഹരവും യുക്തിഭദ്രവുമായ ഒരു സിദ്ധാന്തമാണ് പുനർജന്മ സിദ്ധാന്തം. ഭഗവത്ഗീത 22 ശ്ലോകം ശ്രദ്ധിക്കുക. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോ പരാണി തഥാ ശരീരാണി വിഹായ ജീർണ ജ്ഞാനാനി സംയാതി നവാനി ദേഹി. മനുഷ്യൻ എപ്രകാരം ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നുവോ അപ്രകാരം ദേഹാഭിമാനിയായ ജീവൻ ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വേറെ ശരീരങ്ങളെ പ്രാപിക്കുന്നു. മരണത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും അർത്ഥഗർഭമായി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. മോക്ഷം ലഭിക്കുന്നതുവരെ തുടരുന്ന ജീവന്റെ ജീവിതയാത്രയിൽ മാറിക്കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന വാഹനങ്ങൾ മാത്രമാണ് മനുഷ്യ ശരീരം. ജീവൻ ഒരു ശരീരത്തിൽ പ്രവേശിച്ച് ജീവിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ കർത്താവിൻ്റെ മനസ്സിൽ വാസനാരൂപത്തിൽ സഞ്ചയിക്കപ്പെടുന്നു. അദൃഷ്ടമായ ഈ മുദ്രകളാണ് സംസ്കാരങ്ങൾ. ഈ സംസ്കാരങ്ങൾ പാപപുണ്യങ്ങളുടെ സങ്കലിത രൂപമായിരിക്കും. ഈ പാപപുണ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വാസനകൾ അടുത്ത ജന്മത്തിൽ മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു. കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്തവർ ഇന്ദ്രലോകം മുതൽ ബ്രഹ്മലോകം വരെ പോയി അവിടെയുള്ള ഭോഗങ്ങൾ അനുഭവിച്ച് ഒടുവിൽ പുണ്യക്ഷയം വരുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് പിറക്കുന്നു. മരണസമയത്ത് നമ്മുടെ സ്ഥൂല ശരീരം മാത്രമാണ് നശിക്കുന്നത്. അടങ്ങാത്ത വാസനകൾ സൂക്ഷ്മ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്നു. മരണസമയത്ത് ഏത് വാസനയാണോ മുന്നിട്ട് നിൽക്കുന്നത് അതനുസരിച്ച് അടുത്ത ജന്മം ഉണ്ടാകുന്നു. ഇതാണ് പൊതുവായി പറഞ്ഞാൽ പുനർജന്മ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. സാധാരണ വ്യക്തികൾക്ക് പുനർജന്മ സ്മരണ ഉണ്ടായിരിക്കുകയില്ല. ജനിക്കുമ്പോൾ ഒരു ശിശുവിന് പൂർവ്വജന്മ സ്മരണയുണ്ടായിരിക്കുമെന്ന് ചില ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ശിശുക്കൾ ഉറക്കത്തിൽ പുഞ്ചിരിക്കുന്നത് പൂർവ്വജന്മത്തിലെ സംഭവങ്ങൾ ഓർമ്മിച്ചിട്ടാണെന്ന് ചിലയിടങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിനും ആർജിക്കുന്ന അറിവിനും ശേഷിക്കുന്ന ആഗ്രഹങ്ങൾക്കും അനുസൃതമായി ഒരുവൻ പുനർജന്മത്തിന് വിധേയനാകുന്നു. ശാസ്ത്രത്തിനും യുക്തിക്കും വിശദീകരിക്കുവാൻ കഴിയാത്ത പല സമസ്യകൾക്കും ഈ സിദ്ധാന്തം ഉത്തരം നൽകുന്നുണ്ട്. മനുഷ്യനിലെ വ്യത്യസ്തതകൾക്കും വൈരുദ്ധ്യങ്ങൾക്കും എല്ലാം കാരണം പുനർജന്മ സിദ്ധാന്തത്തിൽ കണ്ടെത്താൻ കഴിയും. ചില കുട്ടികൾ ശൈശവത്തിൽ തന്നെ അസാധാരണമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് കാണാറുണ്ട്. കർണാടക സംഗീതത്തിലെ രാഗങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിവുള്ള സംഗീത അഭ്യാസം നടത്തിയിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ കാര്യം മുമ്പ് എവിടെയോ വായിച്ചിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ആർജിച്ച അറിവുകൾ തന്നെയല്ലേ ആ കുട്ടിക്ക് ഈ ജന്മം ഇങ്ങനെയൊരു കഴിവ് നൽകിയത്? ഇപ്പോൾ പല കുട്ടികളുടെയും കഴിവ്
ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള പ്രോഗ്രാമുകളിൽ കാണുന്നില്ലേ? നമുക്ക് ഓരോരുത്തർക്കും പല ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, പല ജന്മവാസനകളുമുണ്ട്. നല്ല മാതാപിതാക്കൾക്ക് ദുഷ്ടനായ മകൻ ജനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ തൃപ്തികരമായ ഉത്തരം നൽകാൻ പുനർജന്മ സിദ്ധാന്തത്തിന് കഴിയുന്നുണ്ട്. സാധാരണ ഒരു വ്യക്തിക്കും പൂർവ്വജന്മ സ്മരണയുണ്ടാകാൻ സാധ്യതയില്ല. നമുക്കെല്ലാം ബോധമനസ്സെന്നും അബോധമനസ്സെന്നും രണ്ട് തലങ്ങളുള്ള മനസ്സാണുള്ളത്. വർത്തമാനകാലത്ത് പ്രവർത്തിക്കുന്ന മനസ്സാണ് ബോധമനസ്സ്. അബോധ മനസ്സാകട്ടെ സാധാരണ വ്യക്തികളിൽ ഉണരാതെ ഉറങ്ങിക്കിടക്കുന്നു. ഈ അബോധ മനസ്സിലാണ് ശൈശവകാലത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്നത്. ഈ അബോധ മനസ്സിൽ തന്നെയാണ് പൂർവ്വജന്മ സ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്നത്. വ്യക്തികളെ ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയമാക്കി അവൻ്റെ ശൈശവകാല സംഭവങ്ങൾ വെളിപ്പെടുത്തുന്ന രീതി മനഃശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ. പ്രസവം നടന്ന ആശുപത്രി മുറിയിലെ വിശദാംശങ്ങൾ വരെ ഹിപ്നോട്ടിസത്തിലൂടെ വെളിപ്പെടുത്തിയ വ്യക്തികളെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. തപസ്സിലൂടെയും സാധനകളിലൂടെയും സിദ്ധികൾ കൈവരിച്ച വ്യക്തികൾക്ക് തങ്ങളുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചെടുക്കാൻ കഴിയും. ശ്രീബുദ്ധന് 500 പൂർവ്വജന്മങ്ങളിലെ വൃത്താന്തങ്ങൾ അറിയാമായിരുന്നു അത്രേ. ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. അല്ലയോ അർജുന, എനിക്കും നിനക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവയെല്ലാം ഞാൻ അറിയുന്നു, നീ അറിയുന്നില്ല. ഗീതയിലെ ഈ പരാമർശവും പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ചാണ് സൂചന നൽകുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ സ്പർശം കൊണ്ട് പൂർവ്വജന്മസ്മരണ ഉണർത്തിയ സംഭവവും ഇവിടെ ഓർമ്മിക്കാവുന്നതാണ്. എന്നാൽ ചിലർക്ക് സാധനാമാർഗങ്ങൾ കൂടി അല്ലാതെയും പൂർവ്വജന്മ സ്മരണ ഉണ്ടാകാറുണ്ട്. ശിവാനന്ദ സ്വാമികളുടെ വാട്ട് ബിക്കംസ് ഓഫ് ദ സോൾ ആഫ്റ്റർ ഡെത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള ചിലരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രോങ് എവിഡൻസ് ഓഫ് റെയിൻകാർണേഷൻ എന്ന തലക്കെട്ടിൽ 1984 നവംബർ 9 ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ വന്ന വാർത്തയും ശ്രദ്ധേയമാണ്. പുനർജന്മ സംഭവങ്ങൾക്ക് ശക്തമായ തെളിവുകൾ ലഭിച്ചതായി പ്രസ്തുത വാർത്ത ചൂണ്ടിക്കാട്ടുന്നു. ബാംഗ്ലൂർ സയൻസ് ഫോറത്തിന്റെ സമ്മേളനത്തിൽ ഡോക്ടർ മിസിസ് സത്വന്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ആൻഡ് ന്യൂറോ സയൻസസ് പുനർജന്മത്തെക്കുറിച്ച് പല വിവരങ്ങളും വെളിപ്പെടുത്തി. ഇന്ത്യയിൽ അവർ ഇത്തരം 300 സംഭവങ്ങൾ പഠനവിധേയമാക്കി. അതിൽ 80% സംഭവങ്ങളിലും വ്യക്തികൾ പറഞ്ഞ പൂർവ്വജന്മ സൂചനകൾ കൃത്യമായി വന്നു. പഠന വിധേയമാക്കിയവർ വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിൽ വെളിപ്പെടുത്തിയ പേരുകളിലും പ്രത്യേകതകളിലും വ്യക്തികൾ ജീവിച്ചിരിക്കുന്നതായി ഡോക്ടർ സത്വന്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ജന്മത്തിൽ ഒരു വ്യക്തിയുടെ ശരീരഘടന, മറുകുകൾ, ജനന വൈകല്യങ്ങൾ, കഴിവുകൾ തുടങ്ങിയവ അയാളുടെ ഈ ജന്മത്തിലും ഏറിയ തോതിൽ കാണപ്പെടുന്നു എന്ന വസ്തുതയും ഡോക്ടർ സത്വന്ത് വെളിപ്പെടുത്തി. സാധാരണഗതിയിൽ 2 മുതൽ 5 വയസ്സുവരെ കുട്ടികൾ പൂർവ്വജന്മസ്മരണ ഉണർന്നേക്കാം. അതിനുശേഷം ക്രമേണ ആ ഓർമ്മകൾ മങ്ങിപ്പോകുന്നു എന്നും ഡോക്ടർ സത്വന്ത് കണ്ടെത്തി. ഭഗവത്ഗീതയിലെ മറ്റൊരു ശ്ലോകത്തിലേക്ക് വായനക്കാരുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. പൂർവ്വജന്മസ്മരണ ഉണർന്നേക്കാവുന്ന കാര്യമാണ്. സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഉറക്കത്തിൽ വിളിച്ചു പറയുന്നത് എന്നിവയൊക്കെ ചില 2 or 3 വയസ്സുള്ള 5 വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളിൽ കാണാറുണ്ട്. ഞെട്ടിക്കരച്ചിൽ, വിളിച്ചു പറയൽ, പിറ്റേ ദിവസം അതുപോലെ സംഭവിക്കുന്നതും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ചില സൂചനകൾ അവർ പുറപ്പെടുവിക്കുന്ന സൂചനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ പൂർവ്വജന്മാർജിതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവത്ഗീതയിലെ നൈനം ചിന്തന്തി ശാസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോന ശോഷേതി മാരുത. ആയുധങ്ങൾ ഈ ആത്മാവിനെ മുറിപ്പെടുത്തുന്നില്ല.
അഗ്നി ഈ ആത്മാവിനെ ദഹിപ്പിച്ച് കളയുന്നില്ല, വെള്ളം ഈ ആത്മാവിനെ നനച്ചു കളയുന്നില്ല, കാറ്റ് ഉണക്കിക്കളയുന്നുമില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആത്മാവ് അനശ്വരമാണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് സൂക്ഷ്മ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വേദാന്തം പറയുന്നു. ഈ ആത്മാവിനെയാണ് സാധാരണക്കാർ ഭൂതം, പ്രേതം എന്നൊക്കെ വിളിക്കുന്നത്. സൂക്ഷ്മരൂപത്തിലായതുകൊണ്ട് ഇതിന് എവിടെയും സഞ്ചരിക്കുകയും ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ആവാം. ചില ആത്മാവുകൾക്ക് മനുഷ്യ ദൃഷ്ടിഗോചരമാവാനും കഴിയുമത്രേ. ശ്രീരാമകൃഷ്ണൻ, വിവേകാനന്ദൻ തുടങ്ങിയ യോഗികൾ ഇവയെ കണ്ടിട്ടുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭേദാനന്ദ സ്വാമികളുടെ ലൈഫ് ബിയോണ്ട് ഡെത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ വിവരിച്ചിട്ടുമുണ്ട്. അവയെക്കുറിച്ച് ശ്രീദാനന്ദ സ്വാമി എഴുതുന്നു: ജീവൻ ദേഹത്തെ വിട്ടുപിരിയുന്ന സമയത്ത് സൂക്ഷ്മ ശരീരത്തിന് വെളുത്ത പുകയുടെയോ മേഘത്തിൻ്റെയോ രൂപമാണുള്ളത്. ലോസ് ഏഞ്ചൽസിൽ, അമേരിക്ക, ഒരു പെൺകുട്ടി അവളുടെ സഹോദരൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ ദേഹം മൂടൽമഞ്ഞിനാൽ ആവൃതമായിരിക്കുന്നതായി കണ്ടു. അടുത്തു നിന്നിരുന്ന അമ്മയ്ക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. കുട്ടിയുടെ അമ്മ അഭേദാനന്ദ സ്വാമികളോട് ഈ വസ്തുത വെളിപ്പെടുത്തുകയുണ്ടായി. ഈ വെള്ളിമേഘത്തെ പ്രേതവൈജ്ഞാനികർ എക്ടോപ്ലാസം എന്നാണ് പറയുന്നത്. എക്ടോപ്ലാസം ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്നും ഒരു ചെറിയ അളവിൽ കൊണ്ടാണിരിക്കുന്നത്. എക്ടോപ്ലാസം മരണസമയത്ത് ശരീരത്തിൽ നിന്നും സമ്പൂർണ്ണം വെളിയിൽ വന്ന് ജീവനെയും വഹിച്ചുകൊണ്ട് പരലോകഗമനം ചെയ്യുന്നു. ഇതിനെ തൊട്ടുനോക്കാനും ഫോട്ടോ പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എക്ടോപ്ലാസത്തിന് ഘനീഭവിച്ച് പൂർവ്വശരീരമായി പ്രത്യക്ഷപ്പെടാൻ കഴിയും. മാധ്യമത്തിൻ്റെ പിണിയാളുകളുടെ സഹായത്തോടെ പ്രത്യക്ഷമാക്കുകയും ചെയ്യാം. ഹിന്ദുമതം ഒരു ലഘുവീക്ഷണം എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. പുനർജന്മ സിദ്ധാന്തത്തിന് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുമായി വളരെയധികം ബന്ധമുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ദീർഘമായി ഇതിനകത്ത് പറയപ്പെടുന്നത്, ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീതയിലൂടെയും വിവേകാനന്ദ, ശ്രീരാമകൃഷ്ണ, സദേർ ശ്രീദാനന്ദ സ്വാമികളുടെയൊക്കെ പുസ്തകങ്ങളിലൂടെയും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.